Dear students, good morning and happy new year. 2021 മാർച്ച് 17ന് എക്സാം എഴുതാൻ പോകുന്ന പ്രിയപ്പെട്ട കുട്ടികളെ +2 മാത്തമാറ്റിക്സിൽ ഏതൊക്കെയാണ് ഫോക്കസ് പോയിന്റ്സ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ കോൺസെപ്റ്റുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയത്, ഏതൊക്കെ എക്സസൈസുകളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് നമുക്കിപ്പം മനസ്സിലാക്കാം. ഓക്കെ, ഫോക്കസ് പോയിന്റ്സ് ഓഫ് +2 മാത്തമാറ്റിക്സ്. ഫസ്റ്റ് ചാപ്റ്ററിൽ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഫസ്റ്റ് ചാപ്റ്ററിൽ ഫോക്കസ് പോയിന്റ്സ് 1.3 ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, 1.4 കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് ആൻഡ് ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ്. അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ ടൈപ്സ് ഓഫ് റിലേഷൻസ്, ബൈനറി ഓപ്പറേഷൻസ്, ഈ രണ്ട് ടോപ്പിക്സ് ഒഴിവാക്കിയിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് ആൻഡ് ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ്, ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. Types of functions, 1 function, on2 function, 1 and on2 functions, okay, bijective functions, അത് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്, എഫ് കോമ്പോസിറ്റ് ജി, ജി കോമ്പോസിറ്റ് എഫ്, ദെൻ ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ്, ഫങ്ഷൻസ് തന്നാൽ അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട മെത്തഡ് പഠിച്ചിരിക്കണം. അതായത് നമ്മൾ എക്സസൈസ് 1.2, 1.3 ഈ രണ്ട് എക്സസൈസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കാര്യം. റിലേഷൻസ്, ടൈപ്സ് ഓഫ് റിലേഷൻസ്, ബൈനറി ഓപ്പറേഷൻസ്, ആദ്യത്തെയും അവസാനത്തെയും പാർട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. മിഡിൽ വരുന്ന 1.3, 1.4 ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ചാപ്റ്റർ 2 ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്, അതിൽ 2.3 പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്, അതാണ്. ഇതിൽ 2.2 ബേസിക് കൺസെപ്റ്റ്സ്, അതായത് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുന്ന പാർട്ട് ഇതിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നമ്മൾ അതും കൂടി പഠിച്ചിരിക്കണം. ബേസിക് കോൺസെപ്റ്റ്സുകൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോപ്പർട്ടീസ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും, അതിൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് പഠിക്കേണ്ടി വരും. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് 2.3, എക്സസൈസ് 2.2 ആണ്. ടോപ്പിക് 2.3 ആയിക്കഴിഞ്ഞാലും ഇവിടെ എക്സസൈസ് വരുന്നത് 2.2 ആണ്. അതായത് ലാസ്റ്റ് എക്സസൈസ് ആണ് ഇത്. 2.1ഉം 2.2 രണ്ട് എക്സസൈസ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ എക്സസൈസിലത്തെ എല്ലാ പ്രോബ്ലംസും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ചാപ്റ്റർ 3 മെട്രിസസ്, അതിൽ 3.2 മെട്രിക്സ്, 3.3 ടൈപ്സ് ഓഫ് മെട്രിസസ്, 3.4 ഓപ്പറേഷൻസ് ഓൺ മെട്രിസസ്, 3.5 ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, 3.6 സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അതായത് ഇതിൽ എലമെന്ററി ഓപ്പറേഷൻസ്, ഇൻവേർട്ടിബിൾ മെട്രിസസ്, ആ രണ്ട് പാർട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഡിഫിക്കൽട്ടായ രണ്ട് പാർട്ടാണ് എലമെന്ററി ഓപ്പറേഷൻസ്. Find inverse of a matrix by elementary operations, find inverse of a matrix by using elementary operations, ആ രണ്ട് ടോപ്പിക്കും ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. വളരെ ഈസി ആയ ടോപ്പിക്ക് മാത്രമേ മെട്രിസസിൽ പഠിക്കാനുള്ളൂ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, എക്സ്പ്രസ് എ മെട്രിക്സ് ആസ് സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, ആ ടൈപ്പ് വരുന്ന പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്ത് പഠിക്കണം. അതായത് എക്സസൈസ് 3.1, 3.2, 3.3 വളരെ ഈസി ആയ ചാപ്റ്ററാണ്. ഇതിൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ അതിൽ പഠിക്കാനുള്ളൂ. ഇനി ചാപ്റ്റർ 4ലേക്ക് വരുമ്പോൾ ഡിറ്റർമിനൻസിൽ നമ്മൾ പഠിക്കേണ്ടത് 4.2 ഡിറ്റർമിനൻസ്, അതായത് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്, എങ്ങനെയാണ് ഒരു ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. പിന്നെ അതിൽ വരുന്നത് 4.5 ആണ്, മൈനസ് ആൻഡ് കോഫാക്ടേഴ്സ്, 4.5 മൈനസ് ആൻഡ് കോഫാക്ടേഴ്സ്, 4.6 അഡ്ജോയിന്റ് ആൻഡ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്, 4.7 അപ്ലിക്കേഷൻസ് ഓഫ് ഡിറ്റർമിനൻസ് ആൻഡ് മെട്രിസസ്. അതായത് ഇവിടെ ഒഴിവാക്കിയിരിക്കുന്നത് 4.3, 4.4 ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഇവിടെ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന ടോപ്പിക് ഈ ഫോക്കസ് പോയിന്റ്സിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ 4.4 ഏരിയ ഓഫ് ട്രയാങ്കിളും ഇല്ല. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ് വലിയൊരു പാർട്ടാണ്, ഈ ചാപ്റ്ററിന്റെ വലിയൊരു പാർട്ടാണത്. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റിൽ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ആ പാർട്ട് ഇവിടെ, ഡിഫിക്കൽട്ടായ ആ പാർട്ട് ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. വളരെ ഈസി ആയ പാർട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 4.7 നമ്മൾ ചെയ്യുന്നത് ഫൈൻഡ് സൊല്യൂഷൻ ഓഫ് ഗിവൺ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നന്നായിട്ട് പഠിക്കണം. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ അവസാനം ചെയ്യുന്ന പാർട്ട്, ഇതിൽ നിന്നും പ്രോബ്ലംസ് ഷുവറായിട്ട് ചോദിക്കും. ഫൈൻഡ് സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട എക്സസൈസ് ഏതൊക്കെയാ? 4.1, 4.4, 4.5, 4.6, 4.2, 4.3 രണ്ട് വലിയ എക്സസൈസ് ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എക്സസൈസിലത്തെ പ്രോബ്ലംസ് എല്ലാം നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. 4.6 പ്രത്യേകിച്ചിട്ടും വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. നൗ ചാപ്റ്റർ 5 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഇതിൽ വരുന്ന ഫോക്കസ് പോയിന്റ്സ് ഏതൊക്കെയാ? 5.2 കണ്ടിന്യൂറ്റി, 5.3 ഡിഫറൻഷ്യബിലിറ്റി, 5.8 മീൻ വാല്യൂ തിയറം.
ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എക്സസൈസ് 5.1, 5.2, 5.3 ആദ്യത്തെ മൂന്ന് എക്സസൈസ് 5.1, 5.2, 5.3 പിന്നെ വരുന്നത് 5.8 ആണ്. മീൻ വാല്യൂ തിയറം ലാസ്റ്റ് എക്സസൈസ് ആണ്. അതായത് ഇവിടെ 5.4 exponential and logarithmic functions, 5.5 logarithmic differentiation, 5.6 derivatives of functions in parametric forms, 5.7 second order derivative. അതൊന്നും ഫോക്കസ് പോയിന്റ്സ് അല്ല. നമ്മുടെ ഫോക്കസ് പോയിന്റ്സ് 5.2, 5.3, 5.8 ആണ്. ഇപ്പൊ ഇതിൽ വരുന്ന ഈ ചാപ്റ്ററിൽ വരുന്ന ആദ്യത്തെ വീഡിയോസ് കാണാം, പിന്നെ അവസാനത്തെ വീഡിയോ മീൻ വാല്യൂ തിയറം വീഡിയോ കാണുക. അതുകൂടാണ്ട് ഈ എക്സസൈസിൽ വരുന്ന പ്രോബ്ലംസ് എല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ചാപ്റ്റർ 6 അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഇതിൽ ഫോക്കസ് പോയിന്റ്സ് 6.2 റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്, 6.3 ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫങ്ഷൻസ്, 6.4 ടാൻജൻസ് ആൻഡ് നോർമൽസ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട എക്സസൈസ് 6.1, 6.2, 6.3 ആദ്യത്തെ മൂന്ന് എക്സസൈസ് മാത്രം നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഇതിൽ 6.5 അപ്രോക്സിമേഷൻസ്, 6.6 മാക്സിമ ആൻഡ് മിനിമ വലിയ രണ്ട് പാർട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. മാക്സിമ ആൻഡ് മിനിമ ഒരുപാട് പ്രോബ്ലംസ് വരുന്ന വലിയ പാർട്ടായിരുന്നു, ഡിഫിക്കൽട്ടായ പാർട്ടാണ്, അത് ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. വളരെ ഈസിയായ 3 പാർട്ട് മാത്രമേ ഇതിൽ ചോദിച്ചിട്ടുള്ളൂ. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ ഈസിയാണ്, ടാൻജൻസ് ആൻഡ് നോർമൽസും ഈസി ആയ ടോപ്പിക്കാണ്. ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. നൗ ചാപ്റ്റർ 7 ഇന്റഗ്രൽസ്. ഇന്റഗ്രൽസിൽ ഇമ്പോർട്ടൻ്റ് ആയ 3 ഫോക്കസ് പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. 7.31 ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വളരെ ഈസി മെത്തഡാണ്. 7.4 ഇന്റഗ്രൽസ് ഓഫ് സം പെർട്ടിക്കുലർ ഫംഗ്ഷൻസ്. 7.9 ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. കടൽ പോലെ കിടക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇന്റഗ്രൽസ്. അതിൽ ഈസിയായ 3 ഫോക്കസ് പോയിന്റ്സ് മാത്രം നമ്മൾ നന്നായിട്ട് പഠിക്കണം. അപ്പം അതിലൊരു കാര്യം കൂടി പറയാനുള്ളത് 7.62 ഇന്റഗ്രൽസ് ഓഫ് സം മോർ ടൈപ്സ്, അതും കൂടി നമ്മൾ പഠിക്കേണ്ടി വരും. കാരണം അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിൽ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ അതിൽ വരുന്ന ഇക്വേഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഏരിയ ഓഫ് സർക്കിൾ, ഏരിയ ഓഫ് എലിപ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വരുന്ന സമയത്ത് 7.62 പഠിക്കുന്ന ഇക്വേഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട എക്സസൈസ് 7.2, 7.4, 7.10 ആണെങ്കിലും 7.6.2 ചില ഇമ്പോർട്ടൻ്റ് ആയ ഫോർമുലാസ് ഉണ്ട്, അതും കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇപ്പം ഈ ചാപ്റ്ററിൽ വളരെ ഡിഫിക്കൽട്ടായ പാർട്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ അത് കുറച്ച് ഈസിയാണ്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അത് ഇത്തിരി ഡിഫിക്കൽട്ടായ പാർട്ടാണ്, അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഫുൾ സ്കോർ നമുക്ക് എടുക്കാൻ പറ്റും. നൗ ചാപ്റ്റർ 8 അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. അതിൽ 2 എക്സസൈസ് ആണുള്ളത്, 8.1ഉം 8.2ഉം. ഏരിയ അണ്ടർ സിമ്പിൾ കർവ്സ് ടോപ്പിക് 8.2 ആണെങ്കിലും അതിന്റെ പ്രോബ്ലംസ് വരുന്നത് എക്സസൈസ് 8.1 ആണ്. അപ്പോൾ നമ്മൾ എക്സസൈസ് 8.1 കംപ്ലീറ്റ് പ്രാക്ടീസ് ചെയ്യണം. ഏരിയ അണ്ടർ സിമ്പിൾ കർവ്സ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ രണ്ടാമത്തെ പാർട്ടായിട്ട് വരുന്നത് ഏരിയ ബിറ്റ്വീൻ 2 കർവ്സ്. അത് നമ്മുടെ ഫോക്കസ് പോയിന്റ് അല്ല, നമ്മുടെ ഫോക്കസ് പോയിന്റ് ഏരിയ അണ്ടർ സിമ്പിൾ കർവ്സ്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എക്സസൈസ് 8.1. ഇനി ചാപ്റ്റർ 9ലേക്ക് വരുമ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇവിടെ ഒരുപാട് പാർട്ട് കുറച്ചിട്ടുണ്ട്. ബേസിക് കൺസെപ്റ്റ്സ്, അതായത് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കണം. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വിത്ത് വേരിയബിൾ സെപ്പറബിൾ ഫോം. ഇതൊരു ഫോം മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. ഈ ചാപ്റ്ററിൽ 3 ഫോംസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. വേരിയബിൾ സെപ്പറബിൾ ഫോം, ഹോമോജീനിയസ് ഇക്വേഷൻസ്, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. 3 ടൈപ്പ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പഠിക്കാനുണ്ട്. പക്ഷെ അതിൽ വളരെ ഈസിയായ വേരിയബിൾ സെപ്പറബിൾ ഫോം മാത്രമാണ് നമ്മുടെ ഫോക്കസ് പോയിന്റ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഇപ്പോൾ എക്സസൈസ് 9.1 ആൻഡ് എക്സസൈസ് 9.4 ഈ 2 എക്സസൈസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ചാപ്റ്റർ 10 വെക്ടർ ഓൾജിബ്ര. ഇതിൽ 10.4, 10.5, 10.6 3 ഫോക്കസ് പോയിന്റ്സ് ആണ് ഇരിക്കുന്നത്. അഡീഷൻ ഓഫ് വെക്ടേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർ ബൈ എ സ്കേലാർ, പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്, പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്, ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ് 2 ഉണ്ട്. ഇപ്പോൾ ഈ ചാപ്റ്റർ മൊത്തം കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 3 ഫോക്കസ് പോയിന്റ്സ് വരുന്നെങ്കിൽ പോലും ഇതിന്റെ 10.3, 10.2, 10.1 ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ ആ ബേസിക് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വെക്ടർ ഓൾജിബ്ര ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കേണ്ടി വരും. എക്സസൈസ് 10.2, 10.3, 10.4 ഈ 3 എക്സസൈസ് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഇതിലങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ പാർട്സ് ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് പഠിക്കേണ്ടി വരും. നൗ ചാപ്റ്റർ 11 3 ഡയമെൻഷണൽ ജോമെട്രി.
ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ 11.3 ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ്, 11.5.1 ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്യൂ ലൈൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 11.6.2 ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എ ഗിവൻ വെക്ടർ ആൻഡ് പാസിംഗ് ത്രൂ എ ഗിവൻ പോയിന്റ്. 11.6.3 equation of a plane passing through 3 non-collinear points. ഇതിൽ 11.4 angle between two lines, 11.7 coplanarity of two lines, 11.8 angle between two planes, 11.9 distance of a point from a plane, 11.10 angle between a line and a plane. അതൊന്നും നമ്മുടെ ഫോക്കസ് പോയിന്റ് ആയിട്ട് തന്നിട്ടില്ല. അപ്പോൾ ഇത്രയും ഫോക്കസ് പോയിന്റ്സ് മാത്രമേ 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ പഠിക്കാനുള്ളൂ. അങ്ങനെ ഇരുന്നാലും ലൈനിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ പ്ലെയിൻ എന്താന്ന് മനസ്സിലാക്കേണ്ടി വരും. 2 ടൈപ്പ് ഇക്വേഷൻ പഠിക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എക്സസൈസ് 11.2 11.3. പക്ഷെ ഇതിലെ എല്ലാ പ്രോബ്ലംസും ചെയ്യേണ്ടി വരില്ല. ഈ ഫോക്കസ് പോയിന്റ്സിനെ സ്ട്രെസ് ചെയ്തുകൊണ്ട് ഇതിൽ വരുന്ന ചില പ്രോബ്ലംസ് മാത്രമേ ഇതിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ചാപ്റ്റർ 12 ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. ഇതിൽ വളരെ ഈസി ആയ ടോപ്പിക് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഫോക്കസ് പോയിന്റ് ആയിട്ട്. 12.2.2 അതായത് ഫസ്റ്റ് പാർട്ടാണ്. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് വേർഡ് പ്രോബ്ലം വരുന്ന ആ പാർട്ട് ഫോക്കസ് പോയിന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഡയറക്റ്റ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം തന്നിട്ട് ഗ്രാഫിക്കലായിട്ട് സോൾവ് ചെയ്യേണ്ട മെത്തഡാണ്. വളരെ ഈസി ആയ പാർട്ടാണ് ഇത് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടാണ്. ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. എക്സസൈസ് 12.1 മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. എക്സസൈസ് 12.2 വേർഡ് പ്രോബ്ലംസ് ഒരുപാട് ചെയ്യാനുണ്ട്. ആ പാർട്ട് ഫോക്കസ് പോയിന്റിൽ ഇല്ല. ഇപ്പൊ എക്സസൈസ് 12.1 പ്രോബ്ലംസ് എല്ലാം പ്രാക്ടീസ് ചെയ്യാം. ഇനി ചാപ്റ്റർ 13 പ്രോബബിലിറ്റിയിൽ വളരെ ഡിഫിക്കൽട്ടായ പാർട്സ് മൊത്തം ഒഴിവാക്കിയിട്ടുണ്ട്. വളരെ ഈസി ആയ 2 ഫോക്കസ് പോയിന്റ്സ് മാത്രമേ ഇതിൽ തന്നിട്ടുള്ളൂ. ഏതൊക്കെയാ? 13.2 കണ്ടീഷണൽ പ്രോബബിലിറ്റി, 13.4 ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. ഇത് രണ്ടും വളരെ ഈസി ആയ പാർട്ടാണ്. ഇത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഫുൾ സ്കോർ നേടാം. അതായത് എക്സസൈസ് 13.1 ആൻഡ് എക്സസൈസ് 13.2 ഇതിലെ പ്രോബ്ലംസ് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഇപ്പൊ ഈ ചാപ്റ്ററിൽ വരുന്ന ബേസ് തിയറം, റാൻഡം വേരിയബിൾസ് ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ബെർണോളി ട്രയൽസ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, മീൻ, വേരിയൻസ് ഒക്കെ കണ്ടുപിടിക്കാനുണ്ട്. അതൊക്കെ ഇവിടെ ഫോക്കസ് പോയിന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആൻഡ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. ഇപ്പൊ ഈ 2 എക്സസൈസ് പ്രോബ്ലംസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോക്കസ് പോയിന്റ്സ്. ഫോക്കസ് പോയിന്റ്സ് ഏതൊക്കെ എക്സസൈസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടത്, ഈ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. അങ്ങനെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പബ്ലിക് എക്സാമിൽ ഫുൾ സ്കോർ നേടാൻ പറ്റും. ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയ ടോപ്പിക്കാണ് ഫോക്കസ് പോയിന്റ്സ് ആയിട്ട് തന്നിരിക്കുന്നത്. ഈ ഫോക്കസ് പോയിന്റ്സ് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഈ ഫോക്കസ് പോയിന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി ഞാൻ ഇടാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.